കൃഷ്ണ താൻ എവിടെ പോയി കിടക്കായിരുന്നു? തകലിടുന്നു അതാ പറയരുത്. ഓ അതെ സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ റോയ് സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ കാര്യം എന്താന്ന് പറ. സാർ ഇന്നലെ താമസിച്ചാണല്ലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുമാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന് സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? കാര്യം എന്നാന്ന് പറയാതെ പോകണ്ട. എന്നാ നിനക്ക് സ്വയം അറിയാവുന്നല്ലേ? റോഹിച്ച, എന്തൊക്കെയാ പറയുന്നേ? റോഹിച്ചിന് എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. റോഹിച്ച, റോഹിച്ച, റോഹിച്ച. ഷൈനി, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നീ കരഞ്ഞിട്ടുണ്ടല്ലോ. എന്താ റോയിച്ചിനുമ എന്തെങ്കിലും? എന്നാന്നറിയില്ല, 2 ദിവസമായിട്ട് റോയിച്ചിന് വല്ലാത്ത മാറ്റം. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഹേയ്, അതൊക്കെ നിന്നെ പറ്റിക്കാനായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാകുന്ന നല്ലതാ. അതൊന്നും അല്ല, റോയിച്ചിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പിന്നെ ഉണ്ട്. റോയിച്ചിന്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ നിന്നോട് പണങ്ങാൻ പോകുന്നത്? ഇത്ര തെല്ലി മാറ്റസ് കഴിവതും ഒഴിവാക്ക. കരയല്ലേ, വാ വാ. രാജേട്ടൻ എന്താ എത്ര വൈകിയത്? ലേറ്റ് ആകുമ്പോ ഒരു ഫോണങ്ങ് ചെയ്തോടായിരുന്നോ? രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ വരുന്നതിന് മുമ്പ് കുടിക്കാതിരുന്ന ആളാ. ഇനി ഒരിക്കലും കുടിക്കരുന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ? ശരിയാ, ഞാൻ കുടിച്ചു. അത്ര വലിയ മഹാഭാവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ രാജേട്ടൻ പോയത്? ബീച്ചിൽ പോകാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നെന്നറിയോ? മോളെവിടെ? താഴെ ഉണ്ട്. ഏത് നേരം നോക്കിയാൽ അവളെവിടാ? പോയി വിളിച്ചോളെ. നീ പോണ്ട, കാർത്തേനമ്മ വിട്ടാ മതി. കാർത്തേനമ്മേ, ഞാൻ ചെന്നില്ലെങ്കിൽ അവള് വരില്ല. നീ എന്തെങ്കിലും അവള് വരത്തില്ലേ? വരുമെന്ന് ഞാൻ നോക്കട്ടെ. താഴെ ചെന്ന് മോളെ എടുത്തിട്ടാ. എന്തോ നോക്കിക്കുന്നത്? എനിക്ക് വേണ്ട. കരയല്ലേ, നമുക്ക് നിന്റെ ആന്റി ഇല്ലാത്തൊരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നാ മതി.
ഷൈനി, ഷൈനി, റോയ്ച്ചൻ എവിടെ പോയി? എന്ന് ഇന്നലെ രാത്രി കാർത്തികനിയമാവുന്ന മോളെ എടുത്തതിന് റോയ്ച്ചൻ വല്ലതും പറഞ്ഞോ? ഇല്ല. എന്ന് എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി. ഇന്നലെ രാത്രി രാജേട്ടൻ കുടിച്ചോണ്ടാ വന്നത്. ആകെ ദേഷ്യായിരുന്നു. ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി. ആദ്യമായിട്ടാ മോളെ തല്ലണത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ നിന്നോട് ഞാൻ പറയാഞ്ഞിട്ടാ എന്നോട് മുകളിലേക്ക് വരരുതെന്ന് റോയിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതെന്താ? റോയിച്ചൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. രാജേട്ടനും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. എന്താ ഷൈന ഇങ്ങനെ? എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനിന്ന് റോയിച്ചനോട് ചോദിക്കാൻ പോവാ. നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട. ഞാനിതൊന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചല്ലേ? ഇവിടെ എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് പതുക്കെ പറ റോയിച്ച, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ. ഇനി അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്രയൊക്കെ പറയാനും വെച്ച് വയ്ക്കാൻ ഞാൻ എന്നാ തെറ്റ് ചെയ്തേ? എന്റെ ഭാര്യ 100% വിശ്വസ്തയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചീപ്പായി സംസാരിക്കരുത്. റോയിച്ചന്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ മോളിൽ പോകുന്നതും രാജേട്ടനോട് സംസാരിക്കുന്നതും എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവെന്ന നിലയ്ക്കാ, അല്ല റോയിച്ചൻ പറഞ്ഞ തരത്തിലല്ല. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. റോയിച്ചന്റെ മനസ്സ് മുഴുവൻ കോംപ്ലക്സാ, അസൂയ. അതെ, ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരും പറഞ്ഞ് ഭാര്യമാർ കാണിക്കുന്ന എന്തും കണ്ട് കണ്ണടച്ച് വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ഭർത്താക്കന്മാരുടെ വിശാല മനസ്ഥിതി ഒന്നും എനിക്കില്ല. റോയിച്ചന് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. എന്റെ മനസ്സ് മുഴുവൻ റോയിച്ചന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് റോയിച്ചൻ എന്നോട്. മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട റോയിച്ച, ഇനി നമ്മളമ്മ ശരിയാവില്ല. റോയിച്ചൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ പോകും, എനിക്കറിയാം. നിനക്ക് കുറ്റബോധമുണ്ട്. നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. രാജേട്ടൻ എന്താ എങ്ങനെ സംസാരിക്കുന്നേ? ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ബാങ്കിന്റെ ആവശ്യത്തിന് മണിപ്പാൽ വരെ പോവുകയാണ്. നീ മോള് വീട്ടിലേക്ക് പോയിരിക്കോ? അതെന്താ പെട്ടെന്നൊരു പ്രോഗ്രാം? പിന്നെ നിന്റെ സൗകര്യത്തിനാണോ ബാങ്കിന്റെ കോൺഫറൻസ് വെക്കുന്നത്? ഞാനെങ്ങും പോകുന്നില്ല. രാജേട്ടൻ പോയിട്ട് വന്നാ മതി. വേണ്ട, ഞാൻ ഇല്ല. നീ ഇവിടെ നിൽക്കണ്ട. രാജേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുള്ളപ്പോഴും ഞാനിവിടെ തനിച്ച് നിന്നിട്ടുണ്ടല്ലോ. അതന്നല്ലേ? പക്ഷെ ഇപ്പൊ വേണ്ട. നീ പോകാൻ റെഡിയാവും? ഇല്ല, ഞാൻ എവിടെയും പോവില്ല. രാജേട്ടൻ എന്തോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയണം. കൂടുതലൊന്നും നീ അറിയണ്ട. മമ്മി എന്തിനാ കരയുന്നേ? അവന് പെണ്ണോടുത്ത് എന്നെ വേണമെന്നല്ല, പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നതാ കാര്യം? അല്പന്മാരുടെ സ്വഭാവമല്ലേ കാണിച്ചത്? ഒരു ഫ്രണ്ടിന്റെ ഭർത്താവോട് മിണ്ടിയെന്നും പറഞ്ഞല്ലേ അവന് സംശയം? അവനെ ഞാനങ്ങനെ വെറുതെ വിടുകയല്ല. ഇടിയാൻ കിടന്ന് ഒച്ച വെച്ചിട്ട് എന്നാ കാര്യം? കെട്ടിയവനും കെട്ടിയോളും ആവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുകയും ചെയ്യും. അങ്ങനെ ഒരു തോന്നൽ അവനുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രിയിൽ ഇവിടെ എടുക്കാൻ വരുമായിരുന്നോ? കാഞ്ഞിരങ്ങാട്ട് കറിയാച്ചന്റെ മഹത്വമൊന്നും കണ്ടിട്ടല്ല ഞാൻ അവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത്. അവന്റെ ജോലി കണ്ടിട്ടാ. നിങ്ങൾ എന്നത്തിന് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? റോയെ ചെന്ന് കണ്ട് പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നോക്ക്. ഒരു കള്ളം പറഞ്ഞു നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടേണ്ട ആവശ്യം രാജ്മോഹനുണ്ടോ? രാജേട്ടൻ ആകെ മാറിയിരിക്കെ. ഒരു ദിവസം നന്നായിട്ട് കുടിച്ചോണ്ടാ വന്നത്. അവൻ കുടിച്ചോണ്ട് വരാൻ അവിടെ എന്താ ഉണ്ടായത്? എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാജേട്ടൻ ഈയിടെയായിട്ട് എന്തൊക്കെയോ സംശയങ്ങളാ. ചേച്ചിയോടോ? അതേതായാലും ഉണ്ടാവില്ല. ഒരു കാര്യമില്ലാതെ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കൂ? നീ എന്തെങ്കിലും വിട്ടിത്തം കാണിച്ചിരിക്കും. ഞാൻ താഴെ പോകുന്നതും റോയിച്ചനോട് സംസാരിക്കുന്നൊന്നും രാജേട്ടന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എന്ന് രാജ്മോഹൻ നിന്നോട് പറഞ്ഞു? രാജേട്ടന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും അങ്ങനെ തോന്നുന്നു. നിനക്ക് നിസ്സാര കാര്യം മതിയല്ലോ കരയാൻ. ഒരാഴ്ച കഴിഞ്ഞ് അവൻ വരുമ്പോ നിന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളും. രാജേട്ടനെ എനിക്കറിയില്ലേ. രാജേട്ടൻ എങ്ങും പോയിട്ടുണ്ടാവില്ല. ഷൈനി റോയിച്ചനോട് പിണങ്ങി വീട്ടിൽ പോയിരിക്കാം. ആഹാ, അപ്പോൾ നിങ്ങൾ കൂട്ടുകാരികൾ രണ്ടുപേരും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തൊക്കെയാ രാജായി കേൾക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞുവെന്ന് കരുതി ഭാര്യയും കുട്ടിയും ഒക്കെ വീട്ടിലേക്ക് പറഞ്ഞയക്കാന്ന് വെച്ചാൽ കുടുംബക്കാർക്ക് പറ്റിയ പണിയാണോ? മോനെ, കുടുംബവും ജീവിതവും ഒക്കെ ആകുമ്പം
ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ, എന്താ ഉണ്ടായെന്ന് നീ ഇതുവരെ സീതയോട് ചോദിച്ചിട്ടില്ല. അതാ നീ ചെയ്ത തെറ്റ്. പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ധാരണ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഇവിടെ താമസിക്കണം. വേറൊരു വീട് നോക്കി നിങ്ങൾ അങ്ങോട്ട് താമസം മാറ്റി. അതല്ലേ നല്ലത്? നീ മണിപ്പാലിൽ പോകുന്നത് കള്ളം പറഞ്ഞ് ഇവിടെ കുത്തിരിക്കുക. അവൾ അതും പറഞ്ഞാ കരച്ചില്. മോളും അച്ഛനെ കാത്തിരിക്കുക. രാജാ, ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ വിലയ്ക്കും നിലയ്ക്കും തന്നെയല്ലേ മോശം. മോനെ, ഞാൻ ഇറങ്ങുന്നു. നീ എപ്പോഴാ അങ്ങോട്ട് വരുന്നത്? അനാവശ്യമായി മനസ്സിൽ വളരുന്ന സംശയം നാശത്തിലെ കലാശം. എനിക്കിപ്പോ ഇത്രയും നിന്നോട് പറയാനുള്ളൂ. വരട്ടെ. ഷൈനി, ഷൈനി, മോളെ ഷൈനി, അവൾ എവിടെ പോയി? ഷൈനി അങ്ങോട്ട് വന്നില്ലേ? ഇല്ല. അങ്ങോട്ടാണല്ലോ പോന്നത്. അങ്ങോട്ടാണ് വന്നെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? എന്നിട്ട് അവൾ അവിടെ എത്തിയോന്ന് ഞാൻ ചോദിച്ചോ? നിനക്കൊക്കെ നാണം ഉണ്ടോടാ? അവളുടെ കൂട്ടുകാരുടെ കെട്ടുകൊണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് അവളെ സംശയിക്കാൻ? അപ്പച്ചൻ കാര്യങ്ങൾ അറിയാൻ സംസാരിക്കരുത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. അവൾ എന്റെ മോളാ. ആ മഹാത്മ്യൊന്നും പറയാതിരിക്കുന്നതാണ്. എന്താടാ പറഞ്ഞാല്? വല്ലവരും പറഞ്ഞു കേട്ടോ അല്ലാതെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നിട്ടില്ലാത്ത പറഞ്ഞ് എന്റെ മോളെ സംശയിക്കുന്നു. എടാ, നിനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്നതാടാ കാര്യം? അപ്പച്ചൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനസ്സിലാകത്തോണ്ട് തന്നെയാ നിന്നോട് ചോദിച്ചത്. എടാ, താഴെ മോളുമായി താമസിക്കുന്നവരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരും സംസാരം ഉണ്ടാവും, പ്രത്യേകിച്ച് കൂട്ടുകാരികളാവുമ്പോ. അതിന് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ? ഒരുത്തന്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അതിന് കുറെ ലിമിറ്റ്സ് ഉണ്ട്. അതിൽ കൂടുതലാകുകയെന്ന് വെച്ചാൽ തെറ്റ് ചെയ്ത ആരും ഒരിക്കലും തെറ്റാണെന്ന് സമ്മതിക്കാറില്ല. എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എല്ലാ തന്തമാർക്കും മക്കളെ പറ്റി അങ്ങനെ തോന്നും. 6 മാസമായിട്ട് അവൾ എന്റെ കൂടെയാ ജീവിക്കുന്നത്. എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അവളെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ എന്റെ മോളാ തെറ്റുകാരിയല്ലേ? ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്കൊന്നറിയണം, എന്നതാ അതിന്റെ ഉദ്ദേശം? എന്നാ നീ ഒന്നും മിണ്ടാത്തെ? എന്റെ മോളെ നിനക്ക് ഉപേക്ഷിക്കണോ? പറ. അങ്ങനെ നീ പറഞ്ഞാൽ ഞാൻ നിന്റെ കാല് പിടിക്കുന്നൊന്നും നീ കരുതണ്ട. അവളെ വിശ്വാസമില്ലാത്ത ഒരുത്തിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് വേണ്ടെന്ന് കരുതി എന്റെ മോള് വീട്ടിൽ ഇരുന്നു പോകുന്നില്ല. ഓ, ക്രിസ്ത്യാനിക്ക് 2ാം കെട്ട് പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലേ? എനിക്കറിയാം. ഞാൻ പോയി മെത്രാനെ കാണും, അതും അല്ലെങ്കിൽ വേറെ വഴി നോക്കും. ഇവിടെ കോടതിയും വക്കീലൊക്കെ ഉള്ളത് അതിനുവേണ്ടിയാ. നമുക്കിനി കോടതി വെച്ച് കാണാം. അപ്പച്ചന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ആരാ വന്നാ നോക്കി? ആ, എന്താടേ പെണ്ണും പടക്കോഴിക്കായപ്പോ നമ്മളെയൊക്കെ മറന്നല്ലേ? ഏയ്, അതൊന്നുമല്ല, കുറച്ച് തിരക്കിലായിരുന്നു. ആ, ഇരിക്കെ. ഹണിമൂണൊക്കെ ആഘോഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നല്ലേ നിന്റെയൊക്കെ സമയം. ഷൈനി എന്താ കൊണ്ടുവരാഞ്ഞത്? അവള് വീട്ടിൽ പോയിരിക്കുക. കയ്യെ കിട്ടേണ്ട താമസം സംഗതി ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയാക്കി. അനി, എന്തെങ്കിലും കുടിക്കാനെടുക്ക്. എന്നതാടേ മുഖം വല്ലാതിരിക്കുന്നത്? ഉറക്കവിളപ്പ് കൂടിയത് കൊണ്ടാണോ? ആ, പിന്നെ എന്നതൊക്കെയാ വിശേഷങ്ങള്? ഞാൻ ചേട്ടായി ഒന്ന് കാണാമെന്ന്. എന്നതാ കോള്? വല്ല കേസ് വേണോ? അതേക്കുറിച്ചൊന്ന് ആലോചിക്കാനാ. ആരാ കക്ഷി? ഞാൻ തന്നെയാ. എന്നതാ പ്രശ്നം? ചേട്ടത്തി കേൾക്കണ്ട. എന്നതാടാ ചേട്ടത്തി കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം? പറ. ഡോർ ലോക്ക് ചെയ്ത് രണ്ടാളും കൂടെ എന്നെ എടുക്കും. അവിടെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തുടങ്ങിയോ? ആ, അങ്ങോട്ട്. ഒന്നുമില്ല. പിന്നെ എന്നത്തിനാ ഡോർ ലോക്ക്? ഞങ്ങള് വേറൊരു കാര്യം ഡിസ്കസ് ചെയ്താ, അത്രേ ഉള്ളൂ. എന്നാ റോയ്ക്കൊരു വല്ലായ്മ? ഏയ്, ഒന്നുമില്ല. ഇവൻ ഷൈനിയുമായി പിണങ്ങി വന്നിരിക്കുക, ഡൈവോഴ്സ് ചെയ്യണമെന്ന്. അയ്യോ, എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ?
കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ഉള്ളൂ. അതിനു മുൻപ് അവന്റെ ഫ്ലാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന ഷൈനിയുടെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡുമാണ്. അയാളും ഷൈനിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇവനൊരു സംശയം. ഷൈനി പണങ്ങി വീട്ടിൽ പോയിരിക്കുക. അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വിരട്ടി കോടതി കയറ്റുമെന്ന് പറഞ്ഞു. അയ്യോ, നല്ല വെള്ളലുവ പോലെ ഒരു പെണ്ണിനെയും കയ്യിൽ കിട്ടിയിട്ട് അവൻ വന്നിരിക്കുന്നു. ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു. ഇക്കണക്കിന് എവിടെ ഞാൻ എത്ര പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണം? ആ അത് നേരാ. ഞാനായതുകൊണ്ടാ സഹിച്ചു പോകുന്നത്. അല്ലേ കാണായിരുന്നു. റോയിച്ച കാപ്പി കുടിക്കേ. ഏതായാലും ഞാൻ ഷൈനയെ ഒന്ന് കാണട്ടെ. നിങ്ങൾ കാനറ ബാങ്ക് മാനേജർ? അതെ, ഞാൻ തന്നെ. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജോൺ സാമുവൽ. കാത്തിരിക്കാം. വേണ്ട, നമുക്കൂടെ ഇരിക്കാം. ഞാൻ റോയി അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഒരു പയ്യനാ. താഴെയല്ലേ? കണ്ടില്ല, ഇവിടെ കാണുമെന്ന് വിചാരിച്ചു. എവിടെ പോയാന്നറിയാമോ? അറിയില്ല. എന്താ, നിങ്ങൾ തമ്മിൽ കാണാറില്ലേ? ഇല്ല. നല്ല രസത്തിലല്ല അല്ലേ? നിങ്ങൾ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഐ മീൻ ഫാമിലി ഫ്രണ്ട്സ്. അങ്ങനെ ആയിരുന്നു. ഇപ്പോഴല്ല അല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാളെന്താ കോടതിയിലെ ക്രോസ് വിസ്താരം പോലെ ചോദിക്കുന്നതെന്ന്. സത്യമാണ്. 10-15 വർഷം കോടതി കിടന്ന് വായിട്ടടിച്ച് അങ്ങനെ ആയിപ്പോയി. സോറി. കാപ്പി എടുക്കാൻ ഇവിടെ വൈഫില്ല. അറിയാം. ഞാൻ ഷൈനിയെ കണ്ടിട്ടാ വരുന്നത്. ഷൈനി എല്ലാം പറഞ്ഞു. മിസ്റ്റർ രാജ്മോഹൻ, റോയിയും ഷൈനിയും തമ്മിലുള്ള പിണക്കം തീർക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ആ കുരു കഴിയണമെങ്കിൽ അത് നിങ്ങളിലൂടെ ആയിരിക്കും. മനസ്സിലായില്ല. അവര് തമ്മിൽ പിണങ്ങാനുള്ള കാരണം നിങ്ങളാണ്. ഞാനോ? യെസ്, നിങ്ങളും ഷൈനിയും തമ്മിലുള്ള കണക്ഷൻ. ഇല്ല, ഞങ്ങൾ അങ്ങനൊന്നുമില്ല. ശരിയായിരിക്കാം. അതേപോലുള്ള ബന്ധം മാത്രമേ നിങ്ങളുടെ ഭാര്യയും റോയും തമ്മിലുള്ളൂ. പക്ഷെ നിങ്ങളത് തെറ്റിദ്ധരിച്ചു. ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ് എളുപ്പത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിവിടെയും സംഭവിച്ചു. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം മിസ്റ്റർ രാജ്മോഹൻ. നിങ്ങൾ എന്നോട് സഹകരിക്കണം. നാളെ രാവിലെ 10 മണിക്ക് എന്റെ വീട് വരെ വരുന്നതിൽ അസൗകര്യമൊന്നുമില്ല. ഇല്ല. ഇതാണ് എന്റെ അഡ്രസ്. ഞാൻ വെയിറ്റ് ചെയ്യും. ഇയാളെന്നാ ഇവിടെ വന്നു? ഇയാൾക്കെന്താ ഇവിടെ കാര്യം? ആഹാ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ 2 കക്ഷികളും. വാ 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 വാ, ഇരിക്കെ ഇരിക്കെ, അങ്ങോട്ട് ഇരിക്കെ. ആനേ, കാപ്പി എടുക്ക്. നമ്മുടെ കക്ഷികൾ എത്തിയിട്ടുണ്ട്. രണ്ടുപേരോട് ഒരേ സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾ രണ്ടും ഒന്നായതുകൊണ്ടാണ്. രണ്ടുപേർക്കും സംശയം സ്വന്തം ഭാര്യമാരെ. സാധാരണ കാണുന്നത് ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരെയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ. ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും ഷൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു. അവര് സകല ദൈവങ്ങളെ ആണയിട്ട് പറയുന്നു. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത്. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം. അവിടെയാണ് തെറ്റുപറ്റിയത്. എടാ, കൊച്ചു കൊച്ചു പണക്കങ്ങളുടെ വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ്. ജീവിതം ഒരിക്കലേ ഉണ്ടാവൂ, അത് മറക്കരുത്. കയറി വന്നിരിക്കുന്നു ഡൈവോഴ്സ് എന്ന് പറഞ്ഞു. ഡൈവോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? ഇപ്പൊ ഇതൊരു പുതിയ ഫാഷനായി മാറിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു വരുന്നവന്മാരുണ്ട്. കാരണം ചോദിച്ചാൽ പറയും ഫസ്റ്റ് നൈറ്റിന് എന്തോ ചോദിച്ചപ്പോ പെണ്ണ് കരഞ്ഞെന്ന്. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 6 മാസം ആകാൻ പോകുന്നു. എടാ, 6 മാസം തികയാതെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമം ഉണ്ടെന്ന് നിനക്കറിയാമോ? എവിടം വരെ വിസ്താരമൊക്കെ? മധുരം നല്ല ലക്ഷണമാ. കഴിക്ക് കഴിക്ക് കഴിക്ക്. കഴിക്കേ. എനിക്കൊന്നേ പറയാനുള്ളൂ. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ, അല്ലേ ആനി? രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം.
ഇനി സമയം കളയണ്ട, രണ്ടുപേരും പോയി പെമ്പിള്ളേരെ വിളിച്ചോണ്ട് വാ. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല. ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, സമ്മതിച്ചു. ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ. ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ഞവഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇവറ്റകളെ പറഞ്ഞേക്കേ. ഇനി മാന്യന്മാർ രണ്ടുപേരും ഇങ്ങ് വന്നാട്ടെ. ഇനി ഇമ്മാതിരി പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കട്ടെ. ഇനി അങ്ങ് എന്നാട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നിൽക്കുന്നു കാണട്ടെ. ആ, വെരി ഗുഡ്. ഇനി എല്ലാവരും സ്ഥലം വിട്, വീട്ടിൽ പോ, വിളിച്ചോണ്ട് വീട്ടിൽ പോ. അവിടെ നിങ്ങളുടെ വണ്ടിയാണ്. ഞാനും ആനയും അങ്ങോട്ട് വരുന്നുണ്ട്. ഉഗ്രനൊരു ശാപ്പാട് തന്നേക്കണം. കണ്ടോടെ, ഒരു പ്രശ്നം തീർന്നു. എന്നതാ? ഞാൻ കുറച്ചേറെ ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾക്ക് പെമ്പിള്ളേരടുത്ത് മാത്രം എന്താ എത്ര തമാശയും കളിയും ഒക്കെ? അതൊക്കെ പറ. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ പറയുന്നത്. എന്റെ അടുത്ത് ഈ വേലയൊന്നും വേണ്ട. ആഹാ, എന്നെ അങ്ങനെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട. ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ പന്തികേടുണ്ടെന്ന്. പ്രായമായാലും മനുഷ്യനും